ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത് ഹോർമുസ് എന്ന് തുറക്കും, പഴയപടിയാകും എന്നതിനെക്കുറിച്ചാണ്. പക്ഷേ ഇറാൻ അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള ശ്രമങ്ങൾ ഹോർമുസുമായി ബന്ധപ്പെട്ട് അവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ നടത്തുന്ന പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ ഇന്നലെ 40 രാജ്യങ്ങളാണ് യോഗം ചേർന്നത്. പ്രധാനമായും ഓൺലൈനായി അടക്കം യോഗം ചേർന്നാണ് ഹോർമുസിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്തത്. ഇറാനെതിരെ US, ഇസ്രായേൽ, ഇതേ തുടർന്ന് അടഞ്ഞുകിടക്കുന്ന ഹോർമുസ് വീണ്ടും തുറക്കുന്നതിനെക്കുറിച്ചായിരുന്നു പ്രധാന ചർച്ച നടന്നത്. ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, കാനഡ, UAE അടക്കം GCC രാജ്യങ്ങളും ഈ ചർച്ചയുടെ ഭാഗമായി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. യോഗത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി ഇന്ത്യയിൽ നിന്ന് ഓൺലൈനായി പങ്കെടുക്കുകയാണ് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ബഹ്റിൻ ഒരു പ്രമേയം കൊണ്ടുവരികയാണ്. ഇവിടെ അത് പാസ്സാക്കുക, ഐക്യരാഷ്ട്രസഭയിലടക്കം ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരികയാണ്. അതായത് ഹോർമുസ് അടച്ചിടാൻ ഇറാന് യാതൊരു അവകാശവുമില്ല എന്നാണ് പറയുന്നത്. ബ്രിട്ടൻ പറഞ്ഞത് ആഗോള സമ്പദ് വ്യവസ്ഥയെ ഇറാൻ ബന്ദിയാക്കുന്ന പശ്ചാത്തലമാണ്. അങ്ങനെ 40ഓളം രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇറാനെതിരായ നിലപാട് സ്വീകരിക്കുന്നു. ഇന്ത്യയുടെ നിലപാട് കൂടി ചേർത്താണ് പ്രമേയം പാസ്സാക്കുകയും മറ്റും ചെയ്തത്. ഹോർമുസ് തുറക്കാൻ എല്ലാ രാജ്യങ്ങളും ഇടപെടണം എന്ന ആവശ്യമാണ്. നമുക്കറിയാം ഇപ്പോഴത്തെ സാഹചര്യം, പ്രത്യേകിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹോർമുസിനെ കൈവിട്ട അവസ്ഥയാണ്. ട്രംപ് പറയുന്നത് ഹോർമുസുമായി ഞങ്ങൾക്ക് ബന്ധമൊന്നുമില്ല, അമേരിക്കയുടെ എണ്ണ നീക്കവും മറ്റും നടക്കുന്നത് മറ്റു മേഖലകളിലൂടെയാണ് എന്നാണ്. ഇവിടെയാണ് മറ്റു രാജ്യങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഇറാന്റെ നിലപാട് ഇവിടെ വരുത്തീർക്കുന്നത് എന്നത് പ്രധാനമാണ്. അജയ് സുധാ ബിജു ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. അജയ്, ഹോർമുസിനെ കേന്ദ്രീകരിച്ചാണ് ലോകരാജ്യങ്ങളുടെ ചർച്ച. കാരണം നമുക്കറിയാം ആഗോള വ്യാപാരത്തിൻ്റെ 80%-ലധികവും കപ്പൽ നീക്കങ്ങൾ നടത്തുന്ന ഒരു മേഖലയിൽ ഇറാൻ പൂർണ്ണമായും അത്തരത്തിലുള്ള നിലപാടുകൾ പ്രഖ്യാപിച്ചാൽ അത് ചില്ലറ തിരിച്ചടിയല്ല ഉണ്ടാക്കുന്നത്. ഒപ്പം 20,000-ഓളം നാവികരുടെ സുരക്ഷയും വളരെ പ്രധാനമാണ്. എന്ത് തീരുമാനത്തിലാണ് ഈ 40 രാജ്യങ്ങൾ എത്തിയത്? ഹോർമുസ് കടലിടുക്കിന്റെ പ്രതിസന്ധി ഇപ്പോൾ ഏറ്റവും കൂടുതൽ വലച്ചിരിക്കുന്നത് ഏഷ്യൻ രാജ്യങ്ങളെയും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളെയുമാണ്. ഈ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന രീതിയിൽ വളരെ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഇത് കാരണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നേരിടാൻ വേണ്ടി നിലവിൽ 2 തരത്തിലുള്ള നീക്കങ്ങളാണ് ആഗോളതലത്തിൽ തന്നെ നടക്കുന്നത്. ഒന്ന്, UN-ൽ ബഹ്റൈൻ സമർപ്പിച്ചിട്ടുള്ള ഒരു പ്രമേയം, അതായത് GCC രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് ബഹ്റൈൻ ഇത്തരമൊരു പ്രമേയം UN-ൽ മുന്നോട്ട് വെച്ചത്. ഇതിൽ ബഹ്റൈൻ പറയുന്നത് ഹോർമുസ് കടലെടുക്ക് വഴി സുരക്ഷിതമായിട്ടുള്ള യാത്ര ഉറപ്പാക്കാൻ വേണ്ടി ഓരോ രാജ്യങ്ങൾക്കും പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി അന്താരാഷ്ട്ര നിയമങ്ങൾ അത് അനുകൂലമാകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ബഹ്റൈൻ ഇത്തരമൊരു പ്രമേയം പാസാക്കിയത്. ഇതിന് GCC രാജ്യങ്ങളുടെ പിന്തുണയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ UN-ൽ പ്രധാനമായിട്ടും എതിർപ്പ് വരാൻ സാധ്യതയുള്ളത് റഷ്യയുടെ ഭാഗത്തു നിന്നും ചൈനയുടെ ഭാഗത്തു നിന്നുമാണ്. ഈ ഒരു എതിർ നീക്കങ്ങൾ അത് തിരിച്ചടി ആകാതിരിക്കാനുള്ള മുന്നൊരുക്കങ്ങളും GCC രാജ്യങ്ങൾ തേടുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് സൗദി അറേബ്യയുടെ ക്രൗൺ പ്രിൻസസ് ആയിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാൻ, അദ്ദേഹം റഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാഡിമിർ പുടിനുമായിട്ട് സംസാരിച്ചതായിട്ടാണ് സൂചനകൾ. ചില GCC രാജ്യങ്ങളുടെ പ്രതിനിധികൾ ചൈനയുമായിട്ടും സംസാരിക്കാൻ നീക്കം നടത്തുന്നുണ്ട്. ഈ ഒരു പ്രമേയത്തിൽ ഇന്ന് തന്നെ വോട്ടെടുപ്പ് നടക്കുമെന്നാണ് വിവരമുള്ളത്. മറ്റൊരു നീക്കം എന്ന് പറയുന്നത് ബ്രിട്ടന്റെ നേതൃത്വത്തിലാണ്. ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഏതാണ്ട് 40ഓളം രാജ്യങ്ങൾ ഒരു യോഗം ചേർന്നിട്ടുണ്ട്. ഇന്ത്യ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി ആയിട്ടുള്ള വിക്രം മിശ്രി ഓൺലൈനായിട്ടും ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ യോഗത്തിലും ഈ ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ തന്നെയാണ് പ്രധാനമായിട്ടും ചർച്ചാ വിഷയമായിട്ട് വന്നത്. ഇതിൽ ഇപ്പോൾ ബ്രിട്ടൻ എടുത്ത ഒരു നിലപാടെന്ന് പറയുന്നത് സൈനികപരമായിട്ടുള്ള നീക്കങ്ങളെക്കാൾ ഈ മേഖലയിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് രാഷ്ട്രീയപരമായിട്ടുള്ള നയതന്ത്രങ്ങൾക്കാണെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങൾ പെട്ടെന്നൊരു സൈനിക നീക്കം ഇവിടേക്ക് നടത്താനുള്ള സാധ്യതയില്ല. ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രമേയം തന്നെയാണ് ഈ ഒരു രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് പാസ്സാക്കിയതെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ഫ്രാൻസ്, ഇറ്റലി, അതുപോലെ തന്നെ UAE അടക്കം നിരവധി രാജ്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഇന്ത്യ ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാടും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഒരു നിലപാടും കൂടി ചേർത്താണ് ഈ പ്രമേയം പാസ്സാക്കിയിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായും അതാണ് ഹോർമുസിലേക്ക് ചർച്ചകൾ കേന്ദ്രീകരിക്കുകയാണ്. ബഹ്റിനാണ് ഇക്കാര്യത്തിലൊരു ഐക്യരാഷ്ട്രസഭയിലടക്കം പ്രമേയം കൊണ്ടുവരുന്നത്. കടലിടുക്ക് കടക്കാൻ ഓരോ രാജ്യത്തിനും അവകാശമുണ്ടായെന്നാണ് ബഹ്റിൻ പറയുന്നത്. അന്താരാഷ്ട്ര പിന്തുണ ഇതുമായി ബന്ധപ്പെട്ട് വേണം. GCC പിന്തുണയോടെയാണ് നേരത്തെ അജയ് സുധാ ബിജു പറഞ്ഞതുപോലെ ബഹ്റിൻ പ്രമേയം കൊണ്ടുവന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ട്രംപിന്റെ വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ച് കരയുദ്ധത്തിന് സജ്ജമാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു ഇറാൻ പാർലമെന്റ് സ്പീക്കർ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. കരയുദ്ധം തുടങ്ങിയാൽ രാജ്യത്തെ സാധാരണ ജനങ്ങളും ആയുധമെടുക്കാൻ തയ്യാറെടുക്കുകയാണെന്നാണ് സ്പീക്കർ മുഹമ്മദ് ഖാബർ
ബാഖർ ഗലിബാഫ് വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ 70 ലക്ഷത്തോളം ജനങ്ങൾ പോരാട്ടത്തിനായി സജ്ജമായി കഴിഞ്ഞെന്നും രാജ്യമൊട്ടാകെ ഇതിനായുള്ള മുന്നേറ്റം നടക്കുന്നുവെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതായത് കരയുദ്ധം തുടങ്ങിയാൽ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ആബാലവൃദ്ധം ആളുകളും അമേരിക്കയ്ക്കെതിരെ പൊരുതും. അമേരിക്കൻ സൈനികരിൽ ഒരാളെ പോലും ബാക്കി വെച്ചേക്കില്ല എന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാനിലേക്ക് അതിക്രമിച്ചു കയറുന്നവർ ആയുധബേന്തി നിൽക്കുന്ന കുടുംബാംഗങ്ങളെയാകും ഇനി കാണേണ്ടി വരികയെന്നും ദേശീയ സുരക്ഷയ്ക്കായി ജനങ്ങൾ ഒന്നടങ്കം പോരാടുമെന്നും സ്പീക്കർ മുന്നറിയിപ്പ് നൽകുന്ന പശ്ചാത്തലം ഒരുങ്ങുകയാണ്. അതായത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത ആക്രമണത്തെ ചെറുക്കാൻ സൈന്യത്തോടൊപ്പം ജനകീയ പ്രതിരോധം കൂടി ശക്തമാക്കുകയാണ് ഇറാൻ എന്നാണ് ഈ പ്രസ്താവന മനസ്സിലാക്കേണ്ടത്. നേരത്തെ ഇറാൻ സൈനിക മേധാവിയും ട്രംപിന് മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരുന്നു. അജയ്, ഇതിപ്പോ ഇറാന്റെ പ്രതിരോധം അതിശക്തമാണ്. ഇത്തരമൊരു നീക്കം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ, നേരത്തെ ചില വിവരങ്ങൾ പുറത്തു വന്നത് ഇറാൻ പുതിയ സൈനികരെ റിക്രൂട്ട് ചെയ്യാൻ പോകുമ്പോൾ പല കേന്ദ്രങ്ങളിലും വലിയ ആൾത്തിരക്കും ജനബാഹുല്യവും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ്. ഇതടക്കം വളരെ കൃത്യമായി സേനാംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. കരയുദ്ധം തുടങ്ങിയാൽ ഇതുവരെ ഉണ്ടായിരിക്കുന്ന പ്രതിരോധമായിരിക്കില്ല ഇറാന്റെ ഭാഗത്തു നിന്നുള്ളതെന്ന് വ്യക്തമാവുകയല്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ ഇറാൻ തങ്ങളുടെ പ്രതിരോധം അത് കൂടുതൽ കടുപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും അവർ ഇസ്രായേലിനെതിരെയും അതുപോലെ തന്നെ GCC രാജ്യങ്ങളിലുള്ള അമേരിക്കൻ ബേസുകൾക്ക് നേരെയും ആക്രമണം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ചില ടെക് ഭീമന്മാരെയും ഇറാൻ ലക്ഷ്യമിടുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ബഹ്റൈനിലുള്ള ആമസോണിൻ്റെ ഡാറ്റാ സെന്റർ ഇറാൻ ആക്രമിച്ച് തകർത്തത്. ഇതിൻ്റെ കമ്പ്യൂട്ടർ സെന്ററാണ് നിലവിൽ ആക്രമണത്തിന് വിധേയമാക്കിയിട്ടുള്ളതെന്നാണ് വിവരമുള്ളത്. ഈ ഒരു ആമസോണിന്റെ ഡാറ്റാ സെന്റർ വഴി അമേരിക്കയ്ക്ക് രഹസ്യ വിവരങ്ങൾ ചോർത്തുന്നു എന്നതാണ് ഇറാന്റെ ഒരു ആരോപണം. അത് ഈ മേഖലയിൽ തങ്ങൾക്ക് വലിയൊരു ഭീഷണിയായി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ബഹ്റൈനിലുള്ള ആമസോൺ ഡാറ്റാ സെന്ററിന് നേരെ ആക്രമണം നടത്തിയതെന്നും ഇറാൻ വിശദീകരിക്കുന്നുണ്ട്. ബഹ്റൈൻ ഇക്കാര്യത്തിൽ UN-ൽ അപലപിച്ചിട്ടുണ്ട്. ഈ ബഹ്റൈന്റെ ഭാഗമായി പ്രമേയം മുന്നോട്ട് വെച്ചപ്പോൾ തന്നെയാണ് തങ്ങളുടെ രാജ്യത്തുള്ള ഡാറ്റാ സെന്ററിന് നേരെ നടന്ന ആക്രമണത്തെ അപലപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇറാൻ കൂടുതൽ തങ്ങൾ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളുടെ തെളിവായിട്ട് കൂടുതൽ ദൃശ്യങ്ങളും ചിത്രങ്ങളും അടക്കം പുറത്തുവിടുന്ന ഒരു കാര്യവും നമുക്ക് നിലവിൽ കാണാൻ സാധിക്കും. അതായത് മാർച്ച് 1-ന് ഈ സൗദി അറേബ്യയിൽ ഉള്ള US ബേസിൽ ഉൾപ്പെടെ നടന്നിട്ടുള്ള ആക്രമണങ്ങൾ, ഇതിൻ്റെ ചില ചിത്രങ്ങളും അതുപോലെ തന്നെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളും അടക്കം ഇറാൻ നിലവിൽ പങ്കുവച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാൻ അകത്തുള്ള പ്രതിരോധം അത് കൂടുതൽ കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് കൂടുതൽ സൈനികരെ ഉൾപ്പെടെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ ജനങ്ങളോടും സജ്ജരായി ഇരിക്കാൻ പറഞ്ഞുകൊണ്ടുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമാണ് ഇറാനിൽ നടക്കുന്നത്. അതായത് US തങ്ങളുടെ ഏതാണ്ട് 45,000-ഓളം വരുന്ന സൈനികരെ ഇതിനോടകം തന്നെ ഏറ്റവും പുതുതായി പശ്ചിമേഷ്യയിൽ എത്തിച്ചിട്ടുണ്ട്. കൂടുതൽ യുദ്ധവിമാനങ്ങളും കപ്പലുകളും അടക്കം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.